ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു മെഴ്സിഡസിൻ്റെ SLK 200 ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് എഞ്ചിൻ ഓവർഹീറ്റിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ വാഹനത്തിൽ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ചെറിയൊരു കൂളിംഗ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം ഈ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന തെർമോസ്റ്റാറ്റിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതേമാതിരി തെർമോസ്റ്റാറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിലുണ്ട്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത് വർക്ക് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ളൊരു ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വാഹനം സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഓവർ ഹീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയാണുള്ളത്. ഇത് വാഹനം വന്നിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഫുള്ള് പോകുമായിരുന്നു. കസ്റ്റമർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ആയിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ അവിടെ ചെറിയൊരു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എയർ ഡക്റ്റിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ അയച്ച് സകലം സൈഡിലോട്ട് മാറണം. എന്നാൽ മാത്രമേ നമുക്ക് അത് അയച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതേമാതിരി ഈ തെർമോസ്റ്റാറ്റ് അയക്കുന്ന സമയത്ത് ഈ തെർമോസ്റ്റാറ്റ് ഇതിൻ്റെ അകത്ത് സ്റ്റക്കായി കിടക്കുകയായിരുന്നു. നമുക്ക് അയച്ച് വരുന്നില്ലായിരുന്നു. അത് അവിടെ ജാമായി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി പണിപ്പെട്ടിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വെളിയിലെടുത്തത്. ഇത് കണ്ടല്ലോ, ഈ തെർമോസ്റ്റാറ്റിൽ 2 കണക്ഷനാണ് വരുന്നത്. തെർമോസ്റ്റാറ്റ് ഹൗസിങ്ങിൽ 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളത് അറിയാൻ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തെർമോസ്റ്റാറ്റ് എപ്പോഴും വർക്ക് ചെയ്തില്ല. അപ്പോൾ എത്രയിലാണ് വർക്ക് ചെയ്യേണ്ടത്, അതേമാതിരി ഏത് സമയത്താണ് വർക്ക് ചെയ്യേണ്ടതെന്നനുസരിച്ച് നമ്മൾ ECM കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് ഈ തെർമോസ്റ്റാറ്റ് ഓപ്പണും ക്ലോസും ചെയ്യും. അപ്പോൾ ആ തെർമോസ്റ്റാറ്റ് ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു കപ്ലറും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിയിട്ടാണ് എടുത്തത്. കണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു കാണുന്ന 2 കണക്ഷനാണുള്ളത്. 2 കണക്ഷൻ്റെ അകത്ത് ഒന്ന് ECT സെൻസർ, എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസറും, അതേമാതിരി തന്നെ ഒന്ന് തെർമോസ്റ്റാറ്റ് നമുക്ക് എപ്പോഴാണ് വേണ്ടത് അതിനനുസരിച്ച് തുറക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ മേടിച്ച തെർമോസ്റ്റാറ്റാണ് ഈ കാണുന്നത്, തെർമോസ്റ്റാറ്റ് വിത്ത് ഹൗസിങ്. അപ്പോൾ നമ്മളത് മാറിയിട്ടുണ്ട്. അപ്പോൾ മാറുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ മാറിയിട്ടുണ്ട്. ഫുൾ സെറ്റോട് കൂടിയാണ് നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നീ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.